ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു പെപ്പർ ഫിഷ് മസാല തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പെപ്പർ ഫിഷ് മസാല തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സവാളയൊക്കെ എടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും മസാലയ്ക്കൊക്കെ അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസമൊക്കെ വരുത്താം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ പെപ്പർ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിവിടെ അയലയാണ് ചേർക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തു. മീൻ ഇങ്ങനെ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളമോ ഇളം ചൂടുവെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മീനും മസാലയൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊണ്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ സമയം വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പെപ്പർ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക, മസാല തയ്യാറാക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്